Hi everyone, welcome to ബിസിനസ് മാസ്റ്ററി ഹബ്. നമ്മുടെ സമ്പത്തിന് നിയമങ്ങളിലുള്ള പോഡ്കാസ്റ്റിലെ 3-ാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ സമ്പത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. എന്താണ് സമ്പത്തിന്റെ നിയമങ്ങൾക്ക് ഇത്ര പ്രാധാന്യം എന്നറിയണം. പ്രത്യേകിച്ച് ബിസിനസ്സുകാരായ നിങ്ങൾക്ക് ഓരോരുത്തരും സമ്പത്തിനെ പറ്റിയിട്ട്, സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. സമ്പത്ത് പല രൂപത്തിലും പല ഭാവത്തിലും പല ആകൃതിയിലുമൊക്കെയാണ് നമുക്ക് വരാറുള്ളത് എന്നത് സത്യമാണ്. പക്ഷെ അതിനെല്ലാം നിയമങ്ങൾക്കെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെയും ഇനിയാത്ത 2 ദിവസത്തെ സമ്പത്തിന്റെ നിയമങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കേട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലാത്തവർ ഒന്ന് തിരികെ പോയി 1, 2, 3 ഒന്ന് കണ്ടു തന്നെ വരിക. ഓരോ നിയമങ്ങളും അത്രയും പ്രാധാന്യത്തോടെയാണ് പറയുന്നത്. ഇന്ന് നമ്മൾ 3-ാമത്തെ നിയമമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചിന്ത എന്താണോ അതാണ് പണമായി മാറുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ എന്താണോ അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ എന്ന് ബുദ്ധൻ പറഞ്ഞ പോലെ. അപ്പൊ ഒറ്റ ചോദ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ ചാനൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒറ്റ ചോദ്യമാണ്: നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത ദാരിദ്ര്യത്തിൻ്റെതാണോ സമ്പത്തിൻ്റെയാണോ? ഇത്തരം താഴെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. എങ്കിൽ മാത്രമാണ് ഈ പോഡ്കാസ്റ്റ് കൊണ്ട് നമുക്ക് അർത്ഥമുള്ളൂ. അപ്പോ ഓക്കെ ആൻസർ ചെയ്തല്ലോ അല്ലേ? എല്ലാവരും ആൻസർ ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇത് ഇടുന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ലഭിക്കുകയും നിങ്ങളുടെ ബിസിനസ്സിലൂടെ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട് വലിയ നിലങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ്. അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ബാങ്ക് ബാലൻസ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് തത്വം. എന്താണ് നമ്മുടെ പണം എന്നത്, നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്, നമ്മുടെ സാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് എന്താണോ അത് സംഭവിക്കും. അല്ലെങ്കിൽ എന്തിലാണോ ആത്മവിശ്വാസമുള്ളത് അതാണ് നമ്മുടെ ബാങ്ക് ബാലൻസ് നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്ന് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ 5 വർഷത്തിന് ശേഷം നിങ്ങൾ എന്ത് സ്വന്തമാക്കുമെന്ന് നിർണ്ണയിക്കുക. ഇന്ന് അതാണ് നിങ്ങൾ പഠിക്കുന്നത്. ചിന്തകൾ നിങ്ങളുടെ സമ്പത്തിന്റെ നിയമം എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന്. അപ്പോൾ താല്പര്യത്തോടെ നിങ്ങൾ റെഡിയാണെങ്കിൽ, വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് പാർക്ക് ചെയ്തൊന്ന് കേൾക്കാൻ 3 മിനിറ്റ് 4 മിനിറ്റ് എടുക്കത്തുള്ളൂ. കാരണം ചിലപ്പോൾ വണ്ടി ഓടിക്കുന്നതിനിടയിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടെന്ന് കരുതിയിട്ടാണ്. ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞു പോകാം. ഒരു മനോജ് എന്ന് പേര് വിളിച്ചോളൂ. ഞാൻ എക്സ്പ്രസ് പേരൊക്കെ യാഥാർത്ഥ്യമാണ്, പക്ഷെ തൽക്കാലം മനോജ് എന്ന് വിളിക്കാം. ഒരു ദിവസം ഞാൻ അയാളെ കണ്ടു. അവര് എല്ലാ ദിവസവും ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ വരുമാനം തികയാത്ത ഒരാളാണ്. എന്നും പറഞ്ഞുകൊണ്ടിരിക്കും ബിസിനസ് എത്ര ഒന്നും തികയത്തില്ലെന്നേ എന്ന് പറയും. എന്താണ് കാരണം? അവൻ എന്നും അവന്റെ ചിന്തകളിൽ പണം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പരാജയം അങ്ങനെ തന്നെ അവൻ ഉറപ്പിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് അതിന്റെ അനുഭവം. ഞാൻ ഷോർട്ടായി പറഞ്ഞതാണ്, ബാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. നമ്മുടെ ചിന്തകൾ നമ്മുടെ സാമ്പത്തിക പ്രതിഫലനത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് തത്വം. അപ്പോൾ നമ്മുടെ ചിന്തകൾ വളർത്തും വിധം പണം സ്വയം ആകർഷിക്കാൻ തുടങ്ങണം എന്നുള്ളതാണ്. അതിനെ വളർത്തിയെടുത്ത് ഇതുപോലെ ക്ലാസ്സുകളും ഇതുപോലെയൊക്കെ ഒരു സിസ്റ്റമൊക്കെ പഠിച്ച് നമ്മളുടെ ആ തത്വത്തെ നമ്മളെ ഉൾക്കൊള്ളലിനെ മാറ്റിയെടുക്കണം. അപ്പോൾ എന്താണ് പ്രധാനം പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മൾ പോസിറ്റീവ് വെൽത്ത് തിങ്കിങ് ക്രിയേറ്റ് ചെയ്യണം. മൂന്ന് സ്റ്റെപ്പുകൾ മാത്രമാണ് ഇന്നത്തെ ഇതിൽ പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള വെൽത്ത് തിങ്കിങ് ക്രിയേറ്റ് ചെയ്യണം. പണത്തിന്റെ കുറവിലല്ല ശ്രദ്ധിക്കേണ്ടത്, പണത്തിന്റെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമതായി വിഷ്വലൈസേഷൻ ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സാമ്പത്തിക ലക്ഷ്യത്തെ വ്യക്തമായി വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. മൂന്നാമതായി സെൽഫ് ബിലീവ് ഉണ്ടാവണം. നിങ്ങൾക്ക് സമ്പാദിക്കാൻ, സൃഷ്ടിക്കാൻ, ആകർഷിക്കാൻ പൂർണ്ണമായി കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ യോജിച്ചാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് മാറുക തന്നെ ചെയ്യും. ഓക്കെ, ഇതൊന്ന് കൃത്യമായി ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണടച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ സ്വപ്ന ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്, സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം, സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ, യാത്രകൾ,
എല്ലാം നിങ്ങൾ ചിന്തിച്ചൊന്ന് നോക്കൂ. ഒരു മിനിറ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ബിസിനസ് വളരെ വലിയ രീതിയിൽ വളരുകയാണ്. പക്ഷെ അതെത്ര വളരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഓഫീസിൽ പോകാം, തോന്നുന്ന സമയത്ത് വരാം, തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് യാത്രകൾ പോകാം. നിങ്ങൾ എല്ലാത്തിനും ബാങ്ക് ബാലൻസ് എന്നും സുരക്ഷിതമായിട്ട് നിൽക്കുന്നു. എല്ലാം ഉണ്ട്. യാത്രകൾക്കൊക്കെ പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ എവിടെ വേണം വണ്ടി എടുത്ത് പോകാനായിട്ട് നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു. എല്ലാം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രാധാന്യം. അപ്പൊ അത്തരം ചിന്തകളും മറ്റു കാര്യങ്ങളും ആകാനായിട്ട് നമ്മൾ പല ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ സമയാസമയങ്ങളിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ശരിയാക്കി എടുക്കുക. അപ്പൊ പണം ഉണ്ടാക്കാനായിട്ട് ആദ്യം മനസ്സിൽ സമ്പത്ത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. നിങ്ങൾ സ്വപ്നം കാണുന്നു, ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു. ഇത് മാത്രമാണ് സംഭവിക്കുന്നത്. ഇത് നമ്മുടെ സിസ്റ്റമാണത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ടത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ദിവസേന നിങ്ങൾ വെൽത്ത് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. എനിക്ക് പണം വരുന്നു, സമ്പത്ത് എൻ്റെ വഴി തേടുന്നു എന്നുള്ള വെൽത്ത് അഫർമേഷൻ. നമ്മുടെ അഫർമേഷൻ മാത്രമായിട്ടൊരു പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അഫർമേഷൻ പുസ്തകമാണത്. നിങ്ങൾ താഴെ അഡ്മിനെ വിളിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ ബിസിനസ്സുകാർക്ക് മാത്രമായിട്ട് 108 അഫർമേഷൻസ് ഞാൻ നൽകിയിട്ടുണ്ട്. കരിയറുമായി ബന്ധപ്പെട്ട 108 അഫർമേഷൻസ് നൽകിയിട്ടുണ്ട്. മറ്റ് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് 108 അഫർമേഷൻ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വായിച്ച് അഫർമേഷൻസ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നിന്നും എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു വിഷ്വലൈസേഷൻ ബോർഡ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. വിഷൻ ബോർഡ്, നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയുടെ വിഷൻ ബോർഡ് എന്താണ്, ഗോൾ എന്താണ്, അത് കൃത്യമായി നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ലക്ഷ്യങ്ങളെ ചിത്രങ്ങളായി വായിക്കുന്ന സമയത്ത്, കാണുന്ന സ്ഥലത്ത്, ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓഫീസിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടതാണ് മൈൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സാധനം. മൈൻഡ് ഓഡിറ്റിംഗ് വളരെ ഭയങ്കര സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നമ്മുടെ നെഗറ്റീവ് ചിന്തകളെയും പോസിറ്റീവ് ചിന്തകളെയും ഒന്ന് ഓഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പണത്തിന്റെ വളർച്ചയിലേക്ക് നമുക്ക് മാറുന്ന കാണാൻ പറ്റും. ഈ കോഴ്സ് നമ്മൾ മൈൻഡ് ഓഡിറ്റിംഗ് ഒരു കോഴ്സായിട്ട് തന്നെ നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അഡ്മിൻ പറഞ്ഞു തരും. അപ്പൊ അതുപോലെ തന്നെ പോസിറ്റീവ് സറൗണ്ടിങ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്? സമ്പത്ത് ചിന്തിക്കുന്നവരുടെ കൂടെ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ്, എന്താണെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് പറയാൻ പറ്റും. അതുപോലെ സമ്പത്തിനെ പറ്റിയിട്ട് വലിയ 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 പണക്കാരുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കുക എന്നുള്ള. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിന്തകൾ നമ്മുടെ സാമ്പത്തിക ലോകത്തെ രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ആദ്യം അതിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഓരോ ദിവസവും പണം, അവസരം, സമ്പത്ത് എന്നിവ നമ്മുടെ ചിന്തകളിലേക്ക് നിറക്കാൻ സാധിക്കണം. ഇതാണ് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മാറ്റാൻ ഏറ്റവും ശക്തമായ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് മാറ്റുക എന്നുള്ളതാണ്. ഇന്ന് അതിന് തുടക്കം കുറിക്കുക. നിങ്ങളുടെ സമ്പത്തിന്റെ യാത്ര ഇവിടെ ആരംഭിക്കുക. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ അറിയിക്കുക. ഇത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന്, മറ്റുള്ളവർക്കും അറിയട്ടെ. സ്റ്റാറ്റസ് ആക്കി വെക്കുക. ഇതിന്റെ തന്നെ റീൽസുകൾ നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് തുടർ ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റും. ഇതൊരു പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് ദർ ആർ മച്ച് ലിമിറ്റേഷൻസ്. ക്ലാസ്സിൽ മുഴുവനായിട്ട് പഠിപ്പിക്കാനും പറയാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മൈ നെയിം ഈസ് ദിനേഷ് മുങ്ങത്ത്. നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ ഇവിടെയും യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടാവാം. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ UAE-യിൽ 26 വർഷമായി. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. ഇപ്പോൾ മൈൻഡ് ട്രെയിനിങ്ങിലും കോച്ചിങ്ങിലുമാണ് ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബിസിനസ് എന്റർപ്രണർ ആണ്, ഓതർ ആണ്. എനിക്ക് ഉള്ള ബിസിനസ്സുകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. വി സീ യു നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് അനദർ വീഡിയോ. താങ്ക് യു.